എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ചുമ്മാ വീട്ടിയിരിക്കുകയാണ്. രാവിലെ ഒരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഗൈസ്. ചുമ്മാ വീട്ടിലിരിക്കുകയാണ്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത ഗൈസ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കരിഞ്ഞു നോക്കട്ടെ. അന്താസ് ഫുഡ് ഗൈസ്. ഫുഡ് കരിഞ്ഞു. ഇനിയിപ്പം നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഫുഡൊന്നും ഇല്ല. ആകെ ഫ്രിഡ്ജിലിരുന്ന കുറച്ച് അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു, അതെടുത്ത് ചുട്ട അപ്പമായിരുന്നു. കരിഞ്ഞ അപ്പത്തിൻ്റെ ഷേപ്പും പോയി. അപ്പം ചുടാറിനൂടത്തെ ഞാനാണ്. അപ്പം ചുട്ട ഇങ്ങനെ ഇരിക്കും. വല്ല ദോശയും ഉണ്ടാക്കിയാൽ മതിയായി. ദോശയും ചുടാറിഞ്ഞൂടല്ലോ. അപ്പോൾ ഗൈസ് നമ്മളിതാ വെളിയിൽ പോയി ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ വല്ല ബിസ്ക്കറ്റാണ് ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം. ഷെൽഫിൽ വല്ല ബിസ്ക്കറ്റാണ് കാണും, നമുക്കതെടുത്ത് വല്ലതും കഴിക്കാം. ഇതൊന്ന് തിന്നിട്ട് കാണാം. ഒരു 10 രൂപയുടെ ക്രീം ബിസ്ക്കറ്റ് ഇരുന്ന് അതെടുത്ത് വയറ്റിലാക്കി. എന്നിട്ടും വിശപ്പ് കയറുന്നില്ല. വെളിയിൽ വല്ലതും പോയി ഒരു കുഴിമന്തിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് വരാം. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്തായിട്ട് രാവിലെ ഉറങ്ങിയിട്ട് ഉടുപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ. ഡ്രസ്സ് മാറ്റാം ഗൈസ്. ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. നേരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വണ്ടി എടുത്തിട്ട് പോവാം ഗൈസ്. ഞാൻ നമ്മളെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. മാൻ സെറ്റ്. ഇന്നത്തെ ഒരു പൊളി ദിവസം തന്നെ. നമ്മൾ ആ സിറ്റിയിൽ തന്നെ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി മന്തി കഴിച്ചു ഗൈസ്. നമ്മൾ റിച്ച് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതാണ് നമ്മളെ സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ഹോട്ടൽ എന്ന് പറയൂല. ഇതാണ് നമ്മളെ സിറ്റിയിലെ മെയിൻ ബാങ്ക് ഗൈസ്. നമ്മളെ സിറ്റിയിലെ ഹോട്ടൽ കാണിച്ചില്ല. ഇവിടെ കൂടെയൊന്നും സത്യത്തിൽ കയറ്റിക്കൂടാ വണ്ടി. ഞാൻ പതുക്കത ഇവിടെയാണ് വരുന്നത്. ഇതാണ് നമ്മളെ ഹോട്ടൽ. നല്ലൊരു സെറ്റ് കിണ്ണ ഹോട്ടലാണ്. ഇവിടുത്തെ അത്രയും നല്ല കുഴിമന്തി എവിടെയും കിട്ടൂല. എന്തൊരു ക്ലോസഡ് വെച്ച് അടിച്ചു കൊടുക്കണം. ഞാൻ കഷ്ടപ്പെട്ട് ഇനി വരെ വണ്ടി ഓടിച്ച് വന്ന് ക്ലോസഡ് പോലും. ഇനിയിപ്പോൾ നമുക്ക് നമ്മളിവിടുത്തെ പലചരക്ക് കടയിൽ പോയിട്ട് വല്ല ലേസ് ചിപ്സ് വല്ലതും വാങ്ങാം. ഇതാണ് നമ്മളിവിടുത്തെ കട എന്ന് വിചാരിക്കണ്ട ഗൈസ്. നമ്മൾ പലചരക്ക് കടയിൽ നിന്നും പോകണ്ടേ. നമ്മൾ ഈ വീട്ടിലെ കുറച്ച് ചിപ്സ് ഇരിപ്പുണ്ട്, നമുക്കതെടുത്തുകൊണ്ട് പോയി ഇന്നത്തെ ആഹാരം അതൊക്കെ ആക്കാം. ഒരു ദിവസം അങ്ങനെ ആഹാരം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാമില്ല. നമുക്ക് കുറച്ച് ചിപ്സൊക്കെ എടുത്തിട്ട് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ ചിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. എന്തേലും അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി എടുക്കണം. എടുത്ത് ഇടിക്കല് നമ്മളാ വണ്ടി എടുത്തിട്ട് നേരെ പറപ്പിച്ച് വിടുകയാണ് ഗൈസ്. പറപ്പിച്ച് വിടും പാപ്പ. സോറി കേട്ടോ, സോറി. എന്തായാലും ഗൈസ് ഒരു നമ്മൾ സാധാരണയാണെങ്കിൽ നിർത്തി തെറ വിളിച്ചിട്ടേ പോകുള്ളൂ. ഇതാണ് എന്താണോ എന്തോ എല്ലാവരും സ്പീഡിങ് പോണ്. ഹായ് ചേട്ടാ ഹായ്. സാധാരണ ഒരു ഹലോയെങ്കിലും പറഞ്ഞിട്ട് പോവുകയായിരുന്നു. ഇപ്പം അതും ഇല്ല. ഓഫ് റോഡ് എടുക്കാം. പോലീസ് വണ്ടി കുടുങ്ങി. ഫയമില്ല. ഇപ്പോഴാണ് സമാധാനമായത്. നമ്മളിരിക്കുന്ന ചിപ്സ് നമുക്ക് നേരെ ഇവിടെ നമ്മളേക്ക് ഷോ ഇറക്കാൻ എത്തി. ഷോൻ്റെ പോണേ. ഷോ ഇറക്കിയിട്ടങ്ങ് ചാടി ഇറങ്ങാൻ വിചാരിച്ചാണ്. അത് ഞാനിപ്പോൾ അവിടെ നിന്ന് തന്നെ ഷോ ഇറക്കും. വൺ ടയർ ഓക്കെ. വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. വണ്ടി കുടുങ്ങി. അല്ലല്ലേ സ്തോത്രം. വണ്ടി കുടുങ്ങി ഗൈസ്. ശരിടാ എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടിയോ ഗൈസ്. എനിക്കൊരു ഫോൺ കിട്ടി ഗൈസ്. എനിക്കിവിടുന്ന് ഫോൺ കിട്ടി. കൊള്ളാലും നല്ല ചുമന്ന കളർ ഫോൺ. ഹലോ, നമ്മൾ നൈസായിട്ട് ഈ ഫോണും എടുത്ത് വെച്ച് വയ്ക്കാം പോക്കറ്റിലോട്ട്. ഈ വണ്ടി അങ്ങ് തട്ടിമറിച്ചിട്ടിട്ട് എടുക്കാം. ഭാഗ്യം വണ്ടി തറ പോയിട്ടുണ്ട്. ഇനി എടുക്കാം. ഗ്യാസ് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട്.
നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് കയറ്റാം. ജയ്സേ ഒന്നും നമ്മൾ നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് റോട്ടിൽ കൂടെ നടക്കുന്നത്. ഇന്നത്തിരി ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ. നമുക്ക് ഈ വണ്ടിന്ന് ഫോൺ കിട്ടിയ സന്തോഷത്തിൽ ആദ്യം നമ്മൾ കൂട്ടുകാരനെ തന്നെ വിളിച്ച് ഫോണിൻ്റെ ഫാമിലി ഉദ്ഘാടനം ചെയ്യാം. അവൻ്റെ നമ്പർ 50 അതല്ല, അവൻ്റെ നമ്പറല്ലല്ലോ. നമ്മൾ രാഹുലിനെ വിളിക്കാം. രാഹുലിൻ്റെ നമ്പർ എനിക്ക് നമ്മൾ 33343 ഉണ്ടാവും. അയ്യോ ഗൈസ് അറിയാ തട്ടിക്കോ. ലംബോർഗിനി ഗൈസ് ഇത് എവിടെ നിന്ന് ലംബോർഗിനി വന്ന ഇതെങ്ങനെ ഗൈസ്? ഗൈസ് ഒറിജിനൽ വണ്ടി ഗൈസ്, കയറാനൊക്കെ പറ്റുന്ന ഗൈസ് അകത്ത്. ഇതെന്താ മാജിക് ഫോണാണ് ഗൈസ് ഇത്. നമ്പരൊക്കെ അടിച്ചപ്പോൾ കാർസ് ആൻഡ് ബൈക്സ് ഒക്കെ വരും. ബൈക്ക് വരുന്നുണ്ട്, കാറൊക്കെ വരും ഗൈസ്. എൻ്റെ മോനെ പവർ ഇത് കൊള്ളാലോ. ലംബോർഗിനി എത്തി. ഇനിയൊരു സാധാരണ കുരുകുരാന്നൊരു നമ്പറൊക്കെ അടിച്ചിട്ട് നല്ല മാച്ചിന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അടിച്ചു വെച്ചത് സ്കോർപ്പിയോ. എൻ്റെ മോനെ ഇതെങ്ങനെ വന്നാ? ഒരു വഴിയിലെ ഇതേതാ മാജിക് ഫോണാണ്. പതുക്കെ പോക്കറ്റ് വെച്ചേക്കാം കേട്ടോ, ആരും കാണണ്ട. നമ്മളെ കൂട്ടുകാരൻ്റെ നമ്പർ ഒന്ന് അടിച്ചു നോക്കാം. അത് അറിയാതെ ഒന്ന് കയ്യേറി തട്ടി കോൾ വന്നിട്ടുണ്ട്. ഹലോടാ, നീ എവിടെടാ? ഞാൻ എൻ്റെ വീട്ടിലാണ്ടോ, കഴിക്കൊരു ഫുഡൊന്നും ഇല്ലടാ. ഞാനിപ്പോൾ 2-3 പാക്കറ്റ് ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഒരു സെക്കൻഡ് എന്തോ നമ്മൾക്ക് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ഡാ. പിന്നെ ഇവൻ വെച്ചത് എന്തേരുത്, അവൻ എന്തോ ധൃതിയുണ്ട് കേട്ടോ ചെറുക്കന്. ഹലോടാ, എന്താണ്? നീ പെട്ടെന്ന് ഞാൻ വീട്ടിൽ ഇറങ്ങി ഓടാനാ? സിറ്റിയില്ല പോടാ നിൻ്റെ വീട്ടിൽ. ഗൈസ് ഞാൻ അവൻ്റെ കയ്യിൽ വിളിച്ചിട്ടേ അവൻ നൈസിന് അവൻ്റെ അവൻ്റെ വീട്ടിൽ നിന്നുള്ള ഫുഡായി ഞാൻ വിചാരിച്ചാണ് നിന്ന. അവൻ നാട് വിട്ടുന്നത് നമ്മൾ ഇറങ്ങി ഓടായി സിറ്റിയിൽ സോംബി അപ്പോഗ്ലിക്സ് വന്നെന്ന് ഗൈസ്. നമ്മൾ പെട്ട് ഗൈസ്, നമ്മൾ പെട്ട്. ഡ്രോയറിന്ന് പെട്ടെന്ന് എൻ്റെ ഇതിട്ടിട്ട് ബാഗ് എടുക്കട്ടെ. ഇതെന്തൊരു ഗൈസ്, കുറേ ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. മാസ്ക് ഒന്ന്, കൂളിംഗ് ഗ്ലാസ് വന്ന ബാഗ് വന്ന് ഗായ്സ്. ഇത് കൊള്ളാൻ ഗൈസ്. ഇതിൻ്റെ സാധനമൊക്കെ നമുക്ക് വരി നിറയ്ക്കാം ഗൈസ്. ഗായ്സ് ഞാൻ ഇതിൻ്റെ സാധനമൊക്കെ വരി നിറച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ ഈ ഫോണൊക്കെ തന്നെ സെറ്റാണ്. നമുക്ക് ഈ വണ്ടി ഒന്ന് അങ്ങോട്ട് ഇറക്കി വെക്കാം ഗൈസ്. പെട്ടെന്ന് ഇറക്ക്. യാ പോയി എൻ്റെ ആളിയാ. നമ്മൾ വണ്ടി അങ്ങനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അത് ഇപ്പം ഈ സിറ്റിയിലോട്ട് ഇങ്ങനെ വന്നിട്ടില്ലെന്നാണ് അവൻ പറഞ്ഞത്. അതോർത്ത് നമുക്ക് ആശ്വസിക്കാം ഗൈസ്. ഇപ്പം ആ എയർപോർട്ടിൻ്റെ അവിടേക്ക് എത്തി ഗൈസ്. അത് നമ്മൾ പാടുപെടും. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ വേറൊരു സംഭവം കൂടെ കണ്ടായിരുന്നു ഗൈസ്. ഇതിലാ നമ്മൾ ഈ ഗാലറിയിൽ ഇങ്ങനെ പോകുമ്പോൾ സോംബി പഠിച്ചോണ്ട് ഇതെങ്ങനെ വന്ന് വണ്ടി എടുത്ത് വിട്ടു ഗൈസ്. എനിക്ക് ഇടിച്ച് തെറിപ്പിക്കണം ഗൈസ്. എൻ്റെ മോനെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പറക്കണം. നമുക്ക് പതുക്കെ എയർപോർട്ടിലൊന്ന് പോയി നോക്കാം ഗൈസ്. വല്ല ഫ്ലൈറ്റ് വഴിയെല്ലാം ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. ജസ്റ്റ് എന്താ നേരെ എയർപോർട്ടിലോട്ട് നമുക്കൊന്ന് പോവാം. വേണ്ട ഗൈസ്, ഫ്ലൈറ്റല്ലേ, ഏത് സമയത്ത് ക്രാഷ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനല്ലേ, എനിക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ ഒട്ടും ബാലൻസ് ഇല്ല. നമുക്ക് ബസ് കിട്ടുമെന്ന് നോക്കാം, ബസ് സ്റ്റാൻഡിൽ പോവാം. അല്ലെങ്കിൽ എന്തിനാ നമ്മളിവിടെയൊക്കെ പോകണം? നമ്മളെ വണ്ടി ഇരിക്കല്ലേ, കാറ്. നമുക്ക് ഈ സിറ്റിയിൽ സർവൈവ് ചെയ്യുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് രക്ഷിക്കണം ഗൈസ്. മാറില്ല അങ്ങോട്ട്. നമ്മൾ പോണ വഴിക്ക് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ പോലെ ഇടിച്ചിടുന്നുണ്ട് ഗൈസ്. മേന്തോ ഇപ്പോൾ വണ്ടി ഇടിച്ചേനെ മച്ചമാരെ എന്നൊക്കെ നമ്മൾ വിളിക്കും സോംബീനെ. എന്താണ് ബ്രോ മുട്ടേണോ
എന്താണ് സോംബി മുടണോ? അയ്യോ എനിക്ക് മുടയായി ഗൈസ്, എനിക്ക് മുടയായി. വണ്ടി എടുത്ത് വിട്. എൻ്റെ മോനെ നമ്മളുടെ കാര്യം എന്ന് തീരുമാനമാവും ഗൈസ്. ഈ പെട്രോൾ പമ്പിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്, രക്ഷിക്കാലോ. എൻ്റെ കളിയാ ആര്? പെട്രോൾ പമ്പിൽ മനുഷ്യരുണ്ട്. അപ്പോൾ പെട്രോൾ പമ്പിൻ്റെയൊക്കെ അകത്ത് കയറിയിരിക്കുന്നെങ്കിൽ രാസലത്തിൻ്റെ ഗൈസ് ഇവിടെ ഇതിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? കാണില്ല. നമുക്ക് ചിലപ്പോഴേ ആൾക്കാർ ട്രെയിനിൻ്റെ അകത്ത് കൊളിച്ചിരിക്കുന്നെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അവരെ രക്ഷിക്കാമല്ലോ. ഈ വണ്ടി വെച്ച് ഇനിയിപ്പോൾ പറ്റൂലേ, നമുക്ക് ഈ വണ്ടി ഇത്തിരി മാറ്റി വേറെ എവിടെയെങ്കിലും ഒതുക്കാൻ കൊണ്ടുപോയി, എന്നിട്ട് നമുക്ക് പുതിയ ഏതെങ്കിലും വണ്ടി അടിച്ചെടുക്കാം. നമ്മൾ സൂപ്പർ ഫോണല്ലേ നമ്മളിരിക്കുന്നത്, ഇതിൽ ഏത് ഒരു നമ്പർ അടിച്ചാലും അത് ആക്റ്റീവ് ആവുമല്ലോ. നമുക്ക് ഏതെങ്കിലും നമ്പർ അടിച്ച് വെക്കാം ഗൈസ്. ഒരു കാർ വരണേ. ഇത് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തോ, എന്തെങ്കിലുമൊക്കെ വരട്ടെ. ഗൈസ് ഫോർച്യൂണർ ഗൈസ്. നമ്മൾക്ക് ഇതിൻ്റെ കളർ മാറ്റി അടിക്കാം. പച്ച ഫോർച്യൂണറോ പച്ചയൊക്കെ മതി, സമയമില്ല ഗൈസ് ഒട്ടോ. ഇത് പച്ച കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മാറ്റാം ഒന്നുകൂടെ. ബ്ലാക്ക് ഇടാം ഗൈസ്, ബ്ലാക്ക് കളറൊക്കെ മതി ഗൈസിനകത്ത്. വണ്ടി ഇടാൻ കിട്ടു. സ്റ്റാർട്ടായില്ലേ സമയത്തിന് താക്കോലിട്ട് തിരിച്ചില്ല. താക്കോൽ നമ്മളതിലില്ലല്ലോ. എനിക്ക് പിന്നെ അവിടെ ആ ഡാഷ്ബോർഡിൽ ഇരുന്ന് കിട്ടി, അതുകൊണ്ട് അപ്പോഴാണ് പെട്ടെന്ന് സ്റ്റാർട്ടായത്. എൻ്റെ ഓളിയോ എന്താ നേരെ വണ്ടി എടുത്തിട്ട് നമ്മളെ റെയിൽവേ ട്രാക്കിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആരെങ്കിലും ട്രെയിനിൻ്റെ അകത്ത് ഒളിച്ചിരിപ്പുണ്ടോ? ഗീസ് എന്തോ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോ. ഇത് ഉണ്ടെന്നാണ് പറയുന്നത് ഗീസ്. അവരെയൊക്കെ നമുക്ക് ഈ വണ്ടിയിലോട്ടൊന്ന് കയറ്റാം ഗീസ്. ആൾക്കാർ കയറിയിട്ടുണ്ട് നമ്മളെ വണ്ടിയിൽ. നമുക്ക് നേരെ പോവാം ഗൈസ് വണ്ടി എടുത്തിട്ട്. ഫ്രണ്ട് സീറ്റ് അങ്ങനെ ആരും ഇരുന്നിട്ടില്ല, എല്ലാവരും ബാക്ക് സീറ്റിലാണ് ഗൈസ്. ഇതിൻ്റെ എല്ലാവരും മാറാ ഇനിയിപ്പോൾ ഞാൻ എന്തിരിക്കും ഗൈസ്. നമുക്ക് വണ്ടിയിലൊന്ന് കയറണം ഗൈസ്. ലോൽ ഗൈസ് നമ്മൾ സീനായി ഗൈസ്. ഇപ്പം നമ്മളിന്ന് നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അവന്മാരെന്താണ് ഈ സ്കൂട്ടത്തോടെ വരുന്നത്? കുറേ നേരമൊക്കെ തറയിലാണ് ഇരിക്കണം ഈ സീറ്റിൻ്റെ സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇവന്മാർ ഞാൻ ഇഞ്ചോ തറയപ്പെടാ പൊട പിന്നെ പുറത്തറ വീടോ നിങ്ങൾക്ക് 3 മാസത്തിന് എന്താ കുഴപ്പത്ര? പക്ഷേ ആൾക്കാരൊക്കെ നമ്മൾ സേഫായിട്ട് എത്തിക്കാനാണ് ഞാൻ മാക്സിമം നോക്കുന്നത്. നമ്മളിപ്പം നേരെ പൊക്കോണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളീ കൂട്ടത്തിലുള്ള ഒരാളുടെ വീട് ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് പറയുന്നത്. പുള്ളി ഇതാ ബ്രേക്ക് പിടിച്ചപ്പോൾ തെറിച്ച് വണ്ടിയുടെ തറയിലൊക്കെയാണ് കിടക്കുന്നത്. എൻ്റെ ഒളിയോനത് വണ്ടി കൊള്ളയ്ക്കണം, അതിൻ്റെ കയറി ഇരിക്കാൻ പോലും നമ്മൾ സമയം കൊടുക്കൂലേ. നമുക്ക് ഏതെങ്കിലും പുള്ളിക്കാരൻ്റെ വീട്ടിലെ ഗാരേജിലെങ്കിലും പോയി കിടക്കാം. ഇവൻ്റെ ചോദിച്ചോക്കാം. ഇവിടെയാണ് നമ്മൾ പ്രഭാകര മെക്കാനിക്കിൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കൊടുത്താൽ അത് എവിടെയാണ് എന്തോ ഗീസ്. നമ്മൾ പ്രഭാകരനൊക്കെ സിറ്റി വിട്ടും തോന്നുന്നു ഗീസ്, നാട് വിട്ടും തോന്നുന്നു ഗീസ്. നമുക്കിനി ഒന്നും നോക്കില്ല ഗീസ്. നമുക്കൊരു ട്രെയിൻ എടുത്ത് നോക്കാം ഗീസ്. നമുക്ക് ഈ ട്രെയിൻ എടുത്ത് ഇനി അങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാം. എനിക്ക് ഒളിയോ ഗായ്സ്. നമ്മളെ തീർന്ന് സ്ലോ ഗേസിനെ പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയുടെ നമ്പർ ഏതെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കാൻ ഗേസ്. നമ്മൾ ഓടി തള്ളിക്കൊണ്ടിരിക്കണം ഗേസ്. ഞാൻ സ്ലോ മോഷനൊക്കെ ഇട്ടിട്ടാണ് ഓടുന്നത്. നമുക്ക് നേരത്തെ സ്കോർപ്പിയോ കിട്ടിയില്ല, ആ നമ്പരൊന്ന് അടിച്ചു നോക്കാം ഗേസ്. ഇനി സ്കോർപ്പിയോ വരുമോ എന്താ വെച്ചാൽ അറിഞ്ഞുകൂടാ ഗേസ്. വണ്ടി വരുമോന്ന് ഇനി കളർന്ന് മാറ്റാൻ സമയമില്ല, പോയി കയറി. ഇനി നീക്കാൻ എന്തായിരിക്കും? അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഗേസ്. ചേടാ നമുക്ക് പെട്ടെന്ന് ഈ വണ്ടി സ്കോർപ്പിയോ ആ ഒരു നമ്മളെ ഫോർച്യൂണറിൻ്റെ അടുത്ത് നിർത്തി കൊടുക്കാം. എല്ലാവരും കയറട്ടെ ഗേസ്. എല്ലാവരും നമ്മളെ ഒരു വിധത്തിൽ കയറ്റിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങനെ ആരെയും ഇരുത്തിയിട്ടില്ലെന്ന് പറയണ്ട, നമ്മൾ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. ഏകദേശം ഞാൻ പുറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി.
എൻ്റെ മോനെ നമ്മളതാ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിലോട്ട് പോകണം. അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ചെയ്താലേ നമ്മളെ ട്രെയിൻ ഓടിച്ച് നോക്കാം ഗൈസ്. ട്രെയിൻ ഇവർ നമ്മളടുത്ത് വണ്ടി ഇരുന്നവർ പറയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിലെ ഡ്രൈവറിലായിരുന്നു, അവരൊക്കെ എൻ്റെ തൊളിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. നമുക്ക് അത്യാവശ്യം ട്രെയിനൊക്കെ നമ്മൾ മുമ്പ് ഓടിച്ചിട്ടുള്ളതാണ് ഒരു. അപ്പം നമുക്ക് ആ ഒരു എന്തായിരുന്നു ആ ഒരു ശീലം വെച്ചിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ ആ ട്രെയിൻ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം. ഉഫ് എൻ്റെ അളിയാ ഷിഫ്റ്റ് അടിച്ചിട്ട് ബാക്കി ഇരിക്കുന്നവർക്കൊക്കെ അലറാണ് ഗൈസ് എല്ലാവരും ഇരുന്നു. നമ്മളതാ വണ്ടി മാക്സിമം സ്പീഡിൽ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഗ്യാസ് തന്നെ പറപ്പിച്ചെടുക്കുന്നുണ്ട്. ഓ എൻ്റെ അളിയാ ഞാൻ പിടിച്ചിടിച്ചിടിച്ചിടിച്ചിടി എൻ്റെ മോനെ നമുക്ക് എല്ലാവർക്കും കൂടി ട്രെയിൻ കയറി രക്ഷപ്പെടാമെന്ന് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറും ഗൈസ്. നമുക്ക് ആദ്യം പെട്ടെന്ന് നമുക്ക് ചാടിക്കയറാം. എല്ലാവരും കയറട്ടെ ഗൈസ്. നമുക്ക് അപ്പോഴത്തേക്കും ട്രെയിനിൻ്റെ അകത്ത് കയറിയിരിക്കാം. ഓ എൻ്റെ മോനെ ഇതെന്തേ ഗൈസ് നമ്മൾ കാറാണ് ഓടിക്കുന്ന. ഇവിടെ ബഗ് കാണിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമല്ലടേ. ഇറങ്ങടാ അങ്ങോട്ട്. ഗീസ് നമ്മളിപ്പോൾ ചാവും ഗീസ്. നമ്മൾ ചത്ത് ഡെഡായി. നമ്മൾ ഡെഡ് വേസ്റ്റ് ഇടുന്ന എഴുതി കാണിയിട്ട് പെട്ടെന്ന് ഓടിക്കോ. എനിക്ക് മരിച്ചു ഗീസ്. നമുക്കിനി അടുത്ത പാർട്ടി നോക്കാം ഗീസ്. അടുത്ത